ഉപമകൾ പഠിക്കുവാനായും പഠിപ്പിക്കുവാനായും എന്നെ സഹായിച്ച കർത്താവിന് സകല മാനവും മഹത്വവും അറിയിക്കുന്നു. ഇത് ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യശുശ്രൂഷ വേളയിൽ പഠിപ്പിച്ച ഉപമകൾ ക്രോണോളജിക്കൽ ഓർഡറിലായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഉപമകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു, നിൽക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചോളണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ബൈബിളിനകത്തു നിന്നല്ല ജിയോ പുസ്തകത്തിൽ നിന്ന് പേര് വായിക്കുമോ വായിക്കത്തില്ലയോ എന്നുള്ള വലിയ ഡിബേറ്റും കാര്യങ്ങളും ഒക്കെ പെന്തക്കോസ്തുകാർ നടത്തുന്നുണ്ട്. വായിക്കോ വായിക്കത്തില്ലയോ എന്നുള്ളത് ഒന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ തന്നെ നീ വീട് പോയാൽ പോക്കാം. അത് തിരുവചനത്തിനകത്ത് വളരെ വ്യക്തമായി കർത്താവിൻ്റെ ടീച്ചിങ്, കർത്താവ് പഠിപ്പിച്ചതാണ് നമ്മൾ പഠിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഉപമയിലൂടെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഒരൊറ്റ കാര്യം എപ്പോഴും ഓർത്തിരുന്നോണം, ഞാൻ ഉറച്ചാണോ നിൽക്കുന്നത്, കർത്താവ് പറഞ്ഞ് ചെയ്യുന്നുണ്ടോ. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സ്തോത്രം. 21-ാമത്തെ ഉപമയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ച് നിർത്തിയത്. അത് യോഹന്നാന സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള ഒരു ഉപമയായിരുന്നു, അല്ലെ സാദൃശ്യമായിരുന്നു. അത് വളരെ വ്യക്തമായി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റഡി വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ കിങ്ഡം അതോറിറ്റി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനകത്തിലുള്ളതാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റഡി, ഉപമയായിട്ടുള്ള സ്റ്റഡി ആയിരുന്നു കഴിഞ്ഞ ദിവസം നിങ്ങൾ കേൾക്കുവാനായി സാധിച്ചത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 22-ാമത്തെ ഉപമയിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചായിട്ട് കർത്താദാസ്. അടുത്തോടെ വായിച്ചു, അതിൻ്റെ 6 വരെ വായിച്ചു. മതി. ഇവിടെ ശ്രദ്ധിച്ച്, സാധാരണഗതിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അതിനകത്തിലുണ്ട്. അതേത് പ്രാർത്ഥന അമ്മാമ അതിനകത്ത് എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന? കർത്താവേ ഞങ്ങൾക്ക് വിശ്വാസം. ഓക്കെ. അതിന് കർത്താവ് ആൻസർ കൊടുത്തോ ഇല്ലയോ? വർദ്ധിപ്പിച്ചു കൊടുത്തോ ഇല്ലയോ? ചോദിച്ചതിന് മറുപടി പറ. ഇത് നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ചോദിച്ചതിന് മറുപടി പറ. കർത്താവ് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തോ? എന്താ മറുപടി കൊടുത്തേ? അപ്പോൾ അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തോ ഇല്ലയോ? വർദ്ധിപ്പിച്ചു കൊടുത്തെന്നാ പറയുന്നത്. വർദ്ധിപ്പിച്ചു കൊടുത്തില്ല. നിങ്ങൾക്ക് വർധനമല്ല ആവശ്യം, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെയും ഇന്നും ജനം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊടുക്കാത്ത മറുപടിക്ക് ഒരു മറുപടി കൊടുക്കാത്ത പ്രാർത്ഥന വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ ഉപയോഗം? എന്തെങ്കിലും ഉപയോഗമുണ്ടോ? സമയം വേസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതൊന്നും പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ഞങ്ങൾ പറയുന്നതിന് നീ എന്തിനാ കണ്ണിച്ചു കളയുന്നതെന്ന് ചോദിക്കും. നമുക്ക് നല്ലോണം അറിയാം എന്താണ് ചെയ്യുന്നതെന്ന്. യേശുവിനോട് ചോദിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ യേശു ഇനി ഒരിക്കലും ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ പോകുന്നില്ല.
അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. എന്താണ്? നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ. അതിന് അവനൊരു ഉപമ പറയാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിന് 7 മുതൽ ഉള്ള വാക്യങ്ങളാണ്. 7 മുതൽ 10 വരെയുള്ള വാക്യത്തിനകത്ത് ഇതിനൊരു ഉപമയുണ്ട്. ഇത് എന്തിനായിരുന്നു ശിഷ്യന്മാർ ചോദിക്കുന്നത്? ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമെന്ന്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കി വെക്കണം, സാഹചര്യം അനുസരിച്ചിട്ട് നമ്മൾ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോണ്ടസ്റ്റ് അനുസരിച്ചിട്ട് അതിനെ ഇൻ്റർപ്രിട്ടേഷൻ നടത്തുമ്പോൾ അഥവാ നമ്മൾ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കർത്താവ് എന്താണ് ആഗ്രഹിച്ചത്, കർത്താവ് എന്താണ് പറയുന്നത്, അതുപോലെ തന്നെ ശിഷ്യന്മാർ എന്താണ് കേട്ടത്. ഇവിടെ ഉണ്ടായിരുന്ന ഓഡിയൻസ് ശിഷ്യന്മാരാണ്. ശിഷ്യന്മാരോടാണ് സംസാരിക്കുന്നത്. ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം, വരുത്തുന്നവന് അയ്യോ കഷ്ടം. വരുത്തുന്നവൻ്റെ കാര്യം കഷ്ടമാണ്. അവനെ പിടിച്ച് ചർച്ചിൽ ഇടർച്ച വരുന്നവനായാലും വീട്ടിൽ ഇടർച്ച വരുന്നവനായാലും ജോലി സ്ഥലത്ത് ഇടർച്ച വരുന്നവനായാലും അവൻ്റെ കഴുത്തിൽ കയറി കെട്ടി അവൻ വെള്ളത്തിൽ കിടക്കുക. അവൻ്റെ പ്രാർത്ഥന ആരും കേൾക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ കാര്യം. അവൻ്റെ പുറകെ പോയി യുദ്ധം ചെയ്യാൻ നിങ്ങൾ പോകണ്ട. നിങ്ങൾക്കാരെങ്കിലും ഒരു ഇടർച്ച വരുത്തിയാൽ അവൻ്റെ പുറകെ യുദ്ധം ചെയ്യാൻ പോകണ്ട. അവൻ്റെ കാര്യം പോക്കാം, അവൻ വെള്ളത്തിലടിയിലാണ്. സ്വത്രം. അവനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ട, ഒന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇടർച്ച വരുത്തിയിട്ടുണ്ടോ ആരെങ്കിലും? ഫൊർഗെറ്റ് അബൌട്ട് ഹിം. ഓക്കെ, അവന് വേണ്ടി പ്രാർത്ഥിക്കുക, കർത്താവെ അവനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഇത് കവിഞ്ഞ് കൂടുതലൊന്നും ചെയ്യേണ്ട. കാരണം ഓൾറെഡി അവൻ വെള്ളത്തിനടിയിലാണ്. അവൻ്റെ വെള്ളത്തിനടിയിൽ കിടക്കുന്നവൻ്റെ പ്രാർത്ഥനയൊന്നും സ്വർഗത്തിലോട്ട് കയറി പോകുന്നില്ല. ഇത്രയും ചിന്തിക്കാൻ നോർമലായിട്ടുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റും. കാരണം എനിക്ക് കൂടുതൽ തിയോളജി അല്ല അറിയാവുന്നത്, എനിക്കറിയാവുന്ന കർത്താവ് പഠിപ്പിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവമക്കളെ നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. കർത്താവിനോട് അവർ ചോദിക്കുന്നത്, കർത്താവ് ഇത് വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ പത്രോസ് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ 7 വട്ടം ക്ഷമിച്ചാൽ മതി. 7 അല്ല 70 വട്ടം. 70 വട്ടം എന്ന് പറഞ്ഞത് ഇതെന്ന് പറഞ്ഞാൽ 490 പ്രാവശ്യം നീ ക്ഷമിക്കണം. കാരണം ക്ഷമിക്കുക നല്ലത്. അതിന് അപ്പോൾ പത്രോസ് പറയുന്നത്, ഇതിന് ഞങ്ങൾക്ക് വിശ്വാസം ആവശ്യമാണ്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കർത്താവിന് പറഞ്ഞ് നിങ്ങൾക്ക് അതിന് വിശ്വാസം കടുകുമണിയോളം വിശ്വാസം മതി. അതിന് ഒരുപാട് വിശ്വാസമൊന്നും വേണ്ട. അല്ലാതെ ഇപ്പം ഒരുപാട് ഭാഷന്മാർ പറയുന്ന മാതിരി പൊട്ടാത്ത കടുകായിരിക്കണം, പൊട്ടിത്തെറിക്കാത്തതായിരിക്കണം, അതിനകത്ത് ലെയർ ഉണ്ടായിരിക്കരുത്, അത് തിക്കുള്ളതായിരിക്കണം, ഖനമുള്ളതായിരിക്കണം, ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കർത്താവ് അവിടെ നിസ്സാരമായിട്ട് എടുത്തിരിക്കുന്നത് ഒരു സിമ്പിൾ സീഡാണ് എടുത്തിരിക്കുന്നത്. ആസ് എ സീഡ് ഉള്ളതാണ് അതിൻ്റെ മീനിങ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കൂടുതൽ കർത്താവ് പറഞ്ഞതിനെക്കാട്ടി കൂടുതൽ ഇൻ്റർപ്രിട്ടേഷന് പോകരുത്. ഇനിയും അതിന് ഒരു ഉപമ യേശു പറയുന്നു. ആ ഉപമയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. യേശു കർത്താവ് ഒരു ഉപമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളോട് ഉപദേശിക്കുകയാണ് എന്താണ് ഇതിൻ്റെ കാര്യമെന്ന്. നിങ്ങളിൽ ആർക്കെങ്കിലും ഉഴുകയോ മേയുകയോ ഒന്ന് വായിച്ചാട്ട്. ഓക്കെ, അപ്പോൾ വിശ്വാസം വർദ്ധിപ്പിച്ചു കൊടുത്തോ? നിങ്ങൾ പറയും. ഉപമകാലോട് പറഞ്ഞേക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരികയല്ല വേണ്ടി, ഞാൻ പറഞ്ഞത് നിങ്ങളെ അനുസരിച്ചാൽ മതി. പ്രേസറാണ്. വീണ്ടും വീണ്ടും ദൈവമക്കളെ കുത്തിയിടുന്ന കർത്താവേ വിശ്വാസം വർദ്ധിപ്പിക്കണേ, വർദ്ധിപ്പിച്ച കർത്താവേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണേ എന്ന് പറഞ്ഞ് ഭയങ്കര പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ചിരിയാണ് ചില സമയത്ത്. ഇവരുടെ എല്ലാം പ്രാർത്ഥന കർത്താവ് മറുപടി കൊടുത്തിട്ടില്ല. കർത്താവ് അതിന് രൂപമേ പറഞ്ഞു, ഞാൻ പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചാൽ അതിൽ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കണ്ട. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറഞ്ഞ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സ്ലേവ് ഉണ്ടെന്നിരിക്കട്ടെ, അവന് വയലിൽ നിങ്ങൾ ഓടി വരിക. നമുക്കൊക്കെ അറിയാവുന്ന പണ്ട് നമ്മുടെ അപ്പച്ചന്മാരുടെയൊക്കെ കാലത്ത് നമ്മുടെ നാട്ടിൽ കണ്ടത്തിൽ നിന്ന്, എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, കണ്ടത്തിൽ നിന്ന് വേലക്കാരൊക്കെ കയറി വരുന്നുണ്ട്. എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യുന്നതെന്ന്. പക്ഷെ എന്നുണ്ടെങ്കിൽ ആ കാര്യത്തെക്കുറിച്ചല്ല പറയുക. അതിനെക്കാട്ടി മുമ്പുണ്ടായിരുന്ന സ്ലേവ്സ്, നമ്മുടെ വല്യപ്പച്ചന്മാരുടെ കാലത്ത് മുമ്പ് ഉണ്ടായിരുന്ന സ്ലേവ്സ്, അവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ വാടാ മോനെ കയറി ഇരിക്കടാ, അത്താഴം കഴിക്കടാ എന്ന് പറയുന്നത് അവനൊന്നും അത്താഴമൊന്നും കൊടുക്കത്തൊന്നുമില്ല. അവനോട് വന്ന് ഉടനെ പറയും, പോയി വല്ല ഉണ്ടാക്കിക്കൊണ്ട് വാടാ, എനിക്ക് വിശക്കുന്നെന്ന് പറയും. വന്ന് അവനുണ്ടാക്കി കൊടുത്തിട്ട് ഈ യജമാനം കഴിച്ചതിന് ശേഷം പറയും, പെട്ടെന്ന് പോയി വല്ലതും കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കും, വെളുപ്പിനെ ഇനി ജോലിക്ക് പോകണമെന്ന് പറയും.
അവനോടൊരു നന്ദി വാക്ക് പോലും പറയത്തില്ല. അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഒരു നന്ദി പോലും പറയത്തില്ല. അതുപോലെ നിങ്ങൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നന്ദി ചോദിക്കാൻ പോലും നിൽക്കേണ്ട. കർത്താവ് പറഞ്ഞത് നീ അനുസരിക്കുക. ദാറ്റ്സ് ഇറ്റ്. ഇതേ കർത്താവ് ആഗ്രഹിക്കുന്നുള്ളൂ. ഇതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്ത് നിങ്ങളോട് കൽപ്പിച്ചോ അത് നിങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇതിൽ കവിഞ്ഞ് ചോദ്യം ചെയ്യാനോ നന്ദി പ്രതീക്ഷിക്കുമെന്നോ ഒന്നും പ്രതീക്ഷിക്കണ്ട. ഇത്രയേ ഉള്ളൂ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. I'm not going to say thank you, oh my son Jacob George, you did a good job, man. Oh Jacob George, your father did a good job and you did a good job. Well Kochayma, you did a good job. കർത്താവ് എന്ന് പറയാൻ പോകുന്നില്ല. Praise the Lord. കർത്താവ് പറയുന്നത് നിനക്ക് നന്ദിയെ പ്രതീക്ഷിക്കണ്ട. നിന്നോട് ഞാൻ കൽപ്പിച്ചത് നീ ചെയ്തുക. ഒരുത്തരോട് ക്ഷമിക്കാൻ പറഞ്ഞാൽ നീ ക്ഷമിക്കണം. That's it. ഒരാളൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ നീ അത് ചെയ്തിരിക്കണം. ഇതാണ് കർത്താവ് മീൻ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ ആ ഉപമയ്ക്കകത്തെ അർത്ഥം. കാരണം ആ കർത്താവ് പഠിപ്പിച്ച എങ്ങനെ ക്ഷമിക്കണമെന്നും അതിനോട് ചേർന്ന് പഠിപ്പിച്ച ഉപമയ്ക്കകത്തെയും പറയുന്നത് ഇത്രയേ ഉള്ളൂ. സ്തോത്രം. ഒരു ദാസൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ യജമാനൻ അവനോട് പറയത്തില്ല, മോനെ നീ കയറിയിരുന്ന് അത്താഴം കഴിക്കട, നിനക്ക് വെളുപ്പിനെ ജോലിക്ക് പോകാനുള്ളതാ, അതുകൊണ്ട് ഞാൻ എല്ലാം എൻ്റെ ഭാര്യ പ്രിപ്പയർ ചെയ്ത് നിനക്ക് വേണ്ടി വെച്ചിരിക്കുക. ഇറച്ചി ഇരിപ്പുണ്ട്, മീൻ ഇരിപ്പുണ്ട്, ചോറ് ഇരിപ്പുണ്ട്, നിനക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ വിളമ്പി തരും, എടുത്ത് കഴിച്ചോടാന്നല്ല പറഞ്ഞത്. ആണോ? പ്രൈസറാണ്. നീ അയ്യോ പാസ്റ്റർ എവിടെയായിരുന്നു ദേവദാസനെ ബ്രദറിനെ കണ്ടില്ലല്ലോ പ്രാർത്ഥന. അയ്യോ എനിക്കിന്ന് ജോലി കഴിഞ്ഞ് വന്ന സമയത്ത് എനിക്ക് വീട്ടിൽ അതിന് പോകണമായിരുന്നു. അതാ പറഞ്ഞിരിക്കുന്നത്. ജോലി കഴിഞ്ഞ് വന്നോ നീ ഉടനെ തന്നെ എൻ്റെ അടുത്ത് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കൊന്ന് ഇസ്രൂടെ ചെയ്യാൻ. ജോലി കഴിഞ്ഞ് വന്നാന്നോ? അയ്യോ എനിക്ക് ജോലി കഴിയും. കർത്താവ് ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് വരാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. കർത്താവ് വന്നേക്കുന്നത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. നീ ഓടി വന്ന് എൻ്റെ സന്നിധി വന്നിരുന്നിട്ട് എനിക്ക് ആദ്യം ശുശ്രൂഷ ചെയ്യുക, അത് കഴിഞ്ഞതിന് ശേഷം നിന്റെ കാര്യം പോയി ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. അയ്യോ ഞാൻ 2 ജോലി കഴിഞ്ഞു. നീ 2 ജോലി കഴിഞ്ഞു വന്ന് എൻ്റെ അടുക്ക് ആദ്യം, അതിന് ശേഷം എനിക്ക് ശുശ്രൂഷ ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് ഉപാധിയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ജോലി ഉണ്ടായിരുന്നു, ബിസിനസ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാനെല്ലാം പ്രാർത്ഥനയ്ക്ക് പോകും. അവിടെ പലരും പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല. ഞാൻ ഇവരോടൊക്കെ ചോദിക്കും, ബ്രദറെ എന്ത് അയ്യോ മോനിച്ച പറയാൻ പറ്റത്തില്ല, ഒരുപാട് ജോലിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേ അങ്ങ് ക്ഷീണിച്ചു പോകും. കർത്താവ് ക്ഷീണിച്ചു പോകുന്ന കാര്യമാണ് പറഞ്ഞേക്കുന്നത്. കർത്താവ് പറഞ്ഞേക്കുന്നത് എന്തായിരുന്നു? നീ ക്ഷീണിച്ചെന്ന് പറയാനാണ് പറഞ്ഞേക്കുന്നത്. നീ വയലിൽ ജോലി ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. ഉടനെ തന്നെ നീ എൻ്റെ അടുക്ക വന്ന് എനിക്ക് ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം നീ പോകാൻ. നിനക്ക് നന്ദി കിട്ടത്തില്ല. ഓ ഇത് ആർക്കും ധരിക്കത്തൊന്നുമില്ല. ഈ ഉപമ അതാ പഠിപ്പിക്കാത്തത്. ദേവദാസനെ ഈ ഉപമ പഠിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാ അത് പഠിച്ചാൽ ആർക്കും ധരിക്കത്തില്ല. കാരണം എന്താണെന്നറിയാമോ? കർത്താവ് പറഞ്ഞിരിക്കുന്ന ഉപമ. അതുകൊണ്ടാണ് പരീക്ഷന്മാർ പറഞ്ഞ് ഇവന് കഠിന ഉപദേശമാണെന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതുകൊണ്ടാണ് ആരും ഇന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ പുതിയ നിയമത്തിൽ നിന്ന് പഠിപ്പിക്കുന്നത്, മറ്റുള്ളവരെല്ലാം പഴയ നിയമത്തിൽ നിന്നാണ് പഠിപ്പിക്കുന്നത്. ഉപദേശം കേൾക്കണ്ട. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അടുത്ത പ്രൈസ് ദി ലോർഡ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതിനകത്തിലെ ഈ ഉപമയ്ക്കാണ് നോക്കിക്കോണം. ഒരു ദാസന് അവൻ മാസ്റ്റർ പറയുന്നത് അവൻ്റെ മാസ്റ്റർ പറയുന്നത് അതുപോലെ അനുസരിക്കുന്നവൻ ആയിരിക്കണം. അതാണ് ഈ ഉപമയിൽ ഉദ്ദേശിക്കുന്നത്.